കയമ്മ ഇറങ്ങി ഹംറാസെ സന്തോഷമായില്ലേ? പിന്നെ വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ഓണം. അത് തന്നെ ഇന്ന് ഓണമാണ് ഗൈസ്. ഓണമായാലും വിഷു ആയാലും എന്തായാലും പതിവ് പോലെ തന്നെ ഞാൻ നട്ടുച്ചയായിട്ടുണ്ട് എണ്ണീറ്റപ്പോൾ ഓണപരിപാടികൾ ഒന്നുമില്ല സുഹൃത്തുക്കളെ. എനിക്ക് ഇന്നലെ ഒരു അബദ്ധം പറ്റി. ഇന്നലെയാണ് ഓണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ അപ്പച്ചിയുടെ വീട്ടിൽ പോയി. ഇന്നാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇന്നലെയും ഉച്ചയ്ക്ക് എണ്ണീറ്റിട്ട് സ്റ്റാറ്റസും സ്റ്റോറികളും ഒന്നും നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇന്നായിരുന്നു ഓണം എന്ന്. അതുകൊണ്ട് ഞാൻ ഇന്നലെ അപ്പച്ചിയുടെ വീട്ടിൽ പോയി. അതുകൊണ്ട് സദ്യ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ആൻഡ് ഇന്ന് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നിൽക്കാനും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഓണം ഇന്ന് ഇവിടെ ആഘോഷിക്കുകയാണ്. ആഘോഷം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു, രാവിലെ എണീറ്റിട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ബിരിയാണി വെക്കുന്നതായിരിക്കും. നാട്ടുകാർ മൊത്തം സദ്യ കഴിച്ച് ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇന്ന് ബിരിയാണി വെച്ച് ഓണം ആഘോഷിക്കുന്നതാണ്. പായസം വെക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. ബിരിയാണി ഉണ്ടാക്കി വെച്ച് കഴിച്ച് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം പായസം വെക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. നോക്കട്ടെ പായസം പ്ലാൻ വർക്കൗട്ട് ആകുമല്ലോ എന്ന്. മിക്കവാറും ബിരിയാണി കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വയർ മൊത്തം പൊട്ടാറാകും. അപ്പോൾ പായസം നടക്കുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് ഹോപ്പ് പായസം കാണുമെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം പോയിട്ട് ബിരിയാണിക്കുള്ള പരിപാടികൾ നോക്കാം. ഹംറാസ് ഇവിടെ ഇരുന്ന് ബിരിയാണി വെക്കുന്ന എങ്ങനെയാന്ന് നോക്കുന്നുണ്ട്. നമ്മൾ സെപ്റ്റോയിൽ നിന്ന് 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണ്, 500 ഗ്രാം 165 രൂപയ്ക്ക് കിട്ടി. സെപ്റ്റോയിൽ റേറ്റ് 230 സംതിങ് ആയിരുന്നു. നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു, 75 റുപ്പീസ് ഓഫ് ഉണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് 160 സംതിങ്ങിന് കിട്ടി. കഴിഞ്ഞ വട്ടം നമ്മൾ ബിരിയാണി വെച്ചപ്പോൾ അതിന്റെ വീഡിയോ വരുന്നുണ്ട്. ബിരിയാണി റെസിപ്പി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വട്ടം ബിരിയാണി വെച്ചപ്പോൾ ഞാൻ, ഹംറാസ്, അസീലും 3 പേർ കൂടെ 1/2 കിലോ നോർമൽ ബോണുള്ള ചിക്കനാണ് വാങ്ങിയത്. എന്നിട്ട് തന്നെ കുറേ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നമ്മൾ പൂര ഉറക്കമൊക്കെ ആയിരുന്നു നടന്നത്. ഇന്നിതിപ്പോ ബോൺലെസ് ചിക്കൻ ആണ്, കുറച്ചധികം ഉണ്ട് കണ്ടിട്ട്. ഇനി ഇതിന്റെ കൂടെ ബിരിയാണിയും കൂടെ വരുമ്പോ എന്താകുമെന്ന്, എന്തുമാത്രം കാണുമെന്ന് ആർക്കറിയാം. ഉച്ചയ്ക്കും വൈകിട്ട് എല്ലാം ബിരിയാണിയാക്കാം. കത്തി സീൻ മുറിച്ച മാങ്ങ മുറിയുന്ന പോലെയാ സ്ലൈസ് ആയി വരുന്നത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. ഹംറാസ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതേ ഇരിക്കുന്നു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. അത് അവിടെ ഇരിക്കട്ടെ. ഹംറാസ് എന്ത് ചെയ്യുക, ഹംറാസ് അരി കഴുകാണ് സുഹൃത്തുക്കളെ. അരി ഏതായിരുന്നു? കയമ്മ. ഹംറാസ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കയമ്മ അരിയാണ് സുഹൃത്തുക്കളെ. നല്ല സീൻ ബിരിയാണി ആയിരിക്കും വെക്കാൻ പോകുന്നത്. നാട്ടിലെ കയമ്മ അരി വെച്ച് ആദ്യമായിട്ടാണ് ബിരിയാണി വെക്കാൻ പോകുന്നത്. എന്തായാലും അത് സെറ്റ് ആവട്ടെ. ആൻഡ് ചിക്കൻ മാരിനേറ്റ് ആവട്ടെ. ആ ഗ്യാപ്പിൽ ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ. എനിക്ക് ഭയങ്കര വിശപ്പ്. ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോഴേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ 2-3 മണി എന്തോ ആയിരുന്നു ഉറങ്ങിയപ്പോൾ. അപ്പോഴേ എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിശപ്പ് പിടിച്ച് വെച്ച് കിടന്ന് ഉറങ്ങിയതാണ്. ഇപ്പൊ നല്ലപോലെ വിശക്കുന്നുണ്ട്. പോയി ചായ കുടിച്ചിട്ട് വരാം. അധികം ഒന്നും കഴിക്കുന്നില്ല, ബിരിയാണി അടിച്ച് കയറ്റാനുള്ളതല്ലേ. സോ ചായ മാത്രം കുടിച്ചിട്ട് തിരിച്ചു വരാം. ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ ഗണേശ് ചതുർത്ഥിയുടെ ഭയങ്കര ആഘോഷം. പിന്നെ ജിഷ ജോസ് കുടിവെള്ളം കൊണ്ടു തന്നു ഗൈസ്. നമ്മുടെ കുടിവെള്ളം നോക്ക്, വെള്ളം തീർന്നിരിക്കുകയാണ്. ബിസ്ലരിക്കാർ നമ്മളെ ഒരാഴ്ചയായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിതുവരെ നമുക്ക് വെള്ളം കൊണ്ട് തന്നിട്ടില്ല. 2 ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച. ഇവിടുത്തെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് എന്തോ ഇഷ്യൂ ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ലാഗാണ്. അപ്പോൾ നമുക്കിവിടെ കുടിവെള്ളം ഇല്ല. ജിഷ ജോസ് ആണ് ഇപ്പോൾ അവളുടെ ഹോസ്റ്റലിൽ നിന്ന് ഡെയിലി 2 ലിറ്റർ വെള്ളം വെച്ച് കടത്തിക്കൊണ്ട് തരുന്നത്. അപ്പോൾ എന്തായാലും വെള്ളം കഴിയിട്ടുണ്ട്. ബിരിയാണി വെക്കണം. ജിഷ ജോസ് ഉടനെ വരും. ഫുഡ് കഴിച്ചിട്ട്, ഹോസ്റ്റൽ ഫുഡ് കഴിച്ചിട്ട് ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. നമുക്ക് ഓണ ആഘോഷങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇന്ന് ബിരിയാണി വെച്ച് ആഘോഷിക്കുന്നുണ്ട്. പാവൻ ജിഷ ജോസ് അവിടെ ഹോസ്റ്റലിലെ ഊളച്ചോറും ചിക്കൻ കറിയും കഴിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. പാവൻ ജിഷ ജോസ് അവള് ഇന്ന് ആന്റിയുടെ ഒക്കെ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ അവളും കിടന്നുറങ്ങിപ്പോയി. കുറച്ച് മുന്നേ എന്തോ എണ്ണീറ്റ് നമ്മൾ വിളിച്ചപ്പോൾ. നമ്മുടെ കമ്പനിയിൽ ഓണാഘോഷം ഇല്ല, ഹംറാസേ? എല്ലാ കമ്പനിയിലും ഓണാഘോഷത്തിന്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇടുന്ന കണ്ടിട്ട് നമ്മുടെ കമ്പനിയിൽ ഓണാഘോഷം ഒന്നും ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ. ഒന്നും ഇല്ലാതെ സ്ഥിതിക്ക് നമുക്ക് ഈ വട്ടം ബിരിയാണി വെച്ച് ആഘോഷിക്കാന്ന് കരുതിയതാണ്. ഗൈസ്, നമ്മുടെ ബിരിയാണിയിൽ കുറച്ച് വെള്ളം കൂടി പോയി. വെള്ളം കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഇവിടെ എത്താൻ കുറച്ച് വെള്ളം അതിന്റെ ഇടയിൽ കൂട്ട് ഒഴിച്ചു. അങ്ങനെ മൊത്തത്തിൽ വെള്ളം എന്തായിപ്പോയി, കൂടിപ്പോയി. അതെ, മൊത്തത്തിൽ കുറച്ച് വെള്ളം കൂടി പോയി. എന്നാലും ബിരിയാണി കുറച്ച് കുഴഞ്ഞു പോയി. എന്നാലും സാരമില്ല നമുക്ക്. അതെ, ബട്ട് ടേസ്റ്റി ആണെന്നാണ് ഹംറാസൊക്കെ പറയുന്നത്. ബേസ് കുഴഞ്ഞു പോയ ബിരിയാണി വിത്ത് ഈത്തപ്പഴ അച്ചാർ. ജിഷ ജോസ് കൊണ്ട് തന്നെ ഈത്തപ്പഴ അച്ചാർ. പിന്നെ തൈര് മല്ലിയെല്ലാം കൂടി പോയി കേട്ടോ. കൊള്ളാം. ടെക്സ്ചർ മാറിപ്പോയെന്നേ ഉള്ളൂ. ടേസ്റ്റ് ഒക്കെ സെറ്റാ. ഇനി എന്താ പരിപാടി? ഇനി പരിപാടിയൊന്നുമില്ല. നമുക്ക് ബിരിയാണി കഴിച്ച് തീർക്കാം, കിടന്നുറങ്ങുക, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല.
അയ്യോ ഗൈസ് ബിരിയാണി കഴിച്ച് ക്ഷീണിച്ചു അമ്മേ വയ്യ കഴിച്ചിട്ട് ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങി ഒരൊറ്റ ഉറക്കമായിരുന്നു നമ്മൾ വൈകുന്നേരം കിടന്നിട്ട് രാത്രി ഒരു 8-9 മണിയായി എണ്ണീറ്റപ്പോ ഇന്ന് അത്ര ഉറങ്ങാൻ പറ്റില്ല എന്തായാലും പക്ഷേ നല്ല ക്ഷീണം ഉറങ്ങി കഴിഞ്ഞിട്ട് എന്താണ് സ്റ്റുഡിയോ വരെ പോകണമെന്നൊരു പ്ലാൻ ഉണ്ട് നടക്കില്ലെന്ന് അറിയില്ല എത്ര മണി വരെ കിടന്നുറങ്ങുമെന്നും അറിയില്ല ഇപ്പൊ എന്തായാലും കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് പറ്റുവാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോവാം സ്റ്റുഡിയോ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പാന്റ് ഷർട്ടൊക്കെ എടുക്കാം ഓ ഗൈസ് ഉറങ്ങി എണീറ്റപ്പോ വിശക്കും എനിക്ക് വിശക്കുന്നു. ഞാൻ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. Guys, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഭയങ്കര ശല്യമായിട്ട് Guys, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി എന്നെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല guys. എടാ കുറച്ച് താടാ കുറച്ചല്ലേ ഉള്ളൂ കുറച്ച് കുറച്ചേ ഉള്ളൂ. ഞാൻ കഴിക്കാൻ പോകുന്നപ്പോ അമ്രാസ് ചാടി വന്നേക്കാണ്. മറ ഓടിക്കോ, പറയണ്ടായിരുന്നു, പറയാതെ തിന്നാതായിരുന്നു. ഞാൻ വ്ളോഗ് എടുത്തോണ്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് സ്റ്റുഡിയോ പോവാം അമ്രാസെ. ഞാൻ സ്റ്റുഡിയോ പോകുന്നില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ കിടന്ന പിന്നെ വ്ളോഗിന് കണ്ടന്റ് ഒന്നും കാണൂല. അപ്പൊ എന്തായാലും സ്റ്റുഡിയോയിലും പോയി എങ്കിലെ വ്ളോഗ് കുറച്ചുകൂടെ ലെങ്ത് കാണും. അപ്പൊ അത് കഴിച്ചിട്ട് നമുക്ക് നേരെ സ്റ്റുഡിയോയ്ക്ക് പോവാം. ഗൈസ് ഇതാണ് ഇവിടുത്തെ സ്റ്റുഡിയോ ആൻഡ് വെസ്റ്റ് സൈഡ്. ഇത് കൊള്ളാല്ലേ അമ്രാസ? അതെടുത്തോ അമ്രാസേ, ഇങ്ങോട്ടാ ഓടുന്നേ. ഗൈസ് നമ്മൾ ഈ പാൻറ്റും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇട്ട് നോക്കാം. ഇത് ഇവിടുത്തെ ബില്ലിങ്ങിന്റെ ക്യൂ ആണ്. അങ്ങ് ദൂരെ കാണുന്നത് ബില്ലിംഗ് കൗണ്ടർ. അമ്രാസിന് ബില്ലിംഗ് തിരക്കണ്ടിട്ട് പിടിക്കുന്നില്ല. അങ്ങോട്ട് നോക്ക്, പോവാന്ന് പറഞ്ഞാൽ അലറുന്നുണ്ട്. നാളെ രാവിലെ എടാ ഇത് വേഗം ട്രൈ ചെയ്ത് നോക്കിട്ട് പോവാടാ. നീ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കും. എന്നിട്ട് നാളെ രാവിലെ വന്നിട്ട് ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് ബില്ല് ചെയ്തിട്ട് പോവാലോ. നോ, നീ എന്റെ ഒരു അഭിപ്രായത്തിൽ നീ പോയി അവിടെ നിന്നോ, ബില്ലിങ്ങിന് നിന്നോ, എന്നിട്ട് ഞാൻ പോയി ഇട്ടിട്ട് വരാം. റൂമിലേക്ക് നടക്കാൻ പോവാം. ഹംറാസ് പോലെ ഈ ഹംറാസ് കരച്ചിലോട് കരച്ചില്. ഇപ്പൊ വേഗം ട്രൈ ചെയ്തിട്ട് തരാം. ഇതാണ് എന്റെ പാന്റിന്റെ ഷർട്ടിന്റെ അവസ്ഥ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫിക്സ് ചെയ്യാണ്, കൂടുതൽ നോക്കാനൊന്നുമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ, ഷർട്ട് എടുക്കുമ്പോഴും പാന്റ് എടുക്കുമ്പോഴും അധികം ചുറ്റിക്കളികളൊന്നുമില്ല. ഫസ്റ്റ് കണ്ട് ഇഷ്ടപ്പെടുന്ന സാധനം തന്നെ എടുത്തുകൊണ്ട് വീട്ടിൽ പോകും. അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ. ഷോപ്പിങ്ങിന് കണ്ടമാന സമയം ചെലവാക്കാറില്ല. ഫസ്റ്റ് ലുക്കിൽ ഇഷ്ടപ്പെടുന്ന സാധനം സെലക്ട് ചെയ്യുക, അതാണ് എൻ്റെ ഒരു രീതി. അതുപോലെ തന്നെ ഇന്നും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഫിക്സ്, നമുക്കിത് എടുത്തുകൊണ്ട് വീട്ടിൽ പോവാം. ഗൈസ് ഞാൻ ഈ ബ്ലഡി ഫൂളിനോട് ഞാൻ ട്രയൽ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ക്യൂ നിൽക്കാൻ പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റ് തണ്ടാൻ പോയി. ഇപ്പം ക്യൂ അങ്ങേറ്റത്തു നിങ്ങേറ്റം വരെ ആയിട്ടുണ്ട്. നിൽക്കുന്ന നോക്ക്, ചുമ്മാ തള്ള അവരൊക്കെ അങ്ങ് ചെന്ന് ഈ ഹംറാസ് ഓരോന്ന് കാണിച്ചു കൂട്ടും. എന്നിട്ട് കരച്ചിൽ ഇവിടെ കിടന്ന് വേണ്ട എടുത്തിട്ട് പോവാ. നാളെ രാവിലെ അങ്ങ് വരെ പോയിട്ട് തിരിച്ചു വരണം. എനിക്ക് രാവിലെ ഞാൻ വന്ന് വാങ്ങിത്തരീ. വേണ്ട, ഞാൻ തന്നെ വാങ്ങിക്കോളാം. കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ രാവിലെ ഈ സാധനം വാങ്ങി റൂമിൽ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ തന്നെ വാങ്ങിക്കോളാം. വാങ്ങാൻ മാത്രം എന്ത് കിണ്ടി ഇവിടെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകാർക്കൊക്കെ പോവാടാ. നീ എടുത്തോ, നിന്റെ സ്വാലിയത്തായ കുട്ടിക്ക് കൊടുക്കാം. എടുത്ത അമ്രാസേ, അംബാനിയുടെ സാധനം ഹലാൽ. ഹലാൽ ലസിക്കാതെ എടുത്തോ. വേണ്ട, വാനില, ഒരു സീനില്ല, എടുത്തോ. ഗൈസ് നമ്മളങ്ങനെ ബില്ലിങ്ങിനോട് അടുക്കുകയാണ്. നിന്റെ അടുത്ത് ലിപ് ബാം ഒക്കെ ഉണ്ടായിരുന്നല്ലോ, നീ ഇപ്പൊ അതൊന്നും യൂസ് ചെയ്യാറില്ല. ലിപ് ബാം ഇടയ്ക്ക് കാണാതെ പോയായിരുന്നു, പിന്നെ തിരിച്ചു കിട്ടി. പിന്നെ ഒരു മൂഡ് വന്നില്ല. മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ബില്ലടിച്ചിറങ്ങി. ഹംറാസെ സന്തോഷമായില്ലേ? പിന്നെ രാത്രി ഫുഡ് ഇനി മിൽക്ക് ഷേക്ക് അടിച്ച് കുടിക്കാം എന്നാണ് ഹംറാസ് പറയുന്നത്. പ്രോട്ടീൻ ഷേക്ക്. പായസം ഉണ്ടാക്കിയാല, പായസം പ്ലാനിലോട്ട് തിരിച്ചു വന്നാല ജിഷ ജോസിനെ വിളിക്കാം. എന്ത് പറയുന്നത്? ഗൈസ് നമ്മൾ പായസം പ്ലാൻ ക്യാൻസൽ ചെയ്തു. വരുന്ന വഴിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് ആര് പായസം ഉണ്ടാക്കും, എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് അവസാനം മടിയായി പോയി ഗൈസ്. പ്രോട്ടീൻ ഷേക്ക് അടിച്ചു കുടിച്ച് ബർഗർ കിങ്ങിൽ നമ്മൾ ചിക്കൻ വോപ്പർ മേടിച്ചിരുന്നു. അത് വിട്ടിട്ടുണ്ട്. പായസമില്ലാത്ത ചിക്കൻ ബിരിയാണി കഴിച്ച്, ചിക്കൻ ബിരിയാണിയും പ്രോട്ടീൻ ഷേക്കും ബർഗറും കഴിച്ചുകൊണ്ടുള്ള ഓണം വ്ളോഗും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഓക്കെ ബൈ. ഏതെങ്കിലും വ്ളോഗുകളുമായിട്ട് കാണാം.